എന്തായാലും വണ്ടി എല്ലാം റെഡിയായി. ഓഫീസിൽ നിന്ന് നമ്മൾ പേപ്പർ വർക്കും കളക്ട് ചെയ്ത് നമുക്ക് നേരെ പോയേക്കാം. ബഫല്ലോ ന്യൂയോർക്ക്. അപ്പൊ നമ്മൾ നയാഗ്ര ക്രോസ് ചെയ്ത് നേരെ ന്യൂയോർക്ക് അല്ലേ? Johnny, money, Johnny, you are my gun and money. ഹായ്, ഹൈവേ ലോക്സിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ ചെറിയ രീതിയിൽ മഴ തുടങ്ങി. നമ്മുടെ ഫ്ലോറിഡയ്ക്കുള്ള ട്രിപ്പിന് പോകാൻ വേണ്ടിയിട്ട് ട്രെയിലർ ഹുക്ക് ചെയ്യുന്ന തിരക്കിലാണ്. ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല, അത് നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. ഈ കാണുന്ന 5196 എന്ന് പറയുന്ന ട്രെയിലറാണ് നമ്മൾ ഹുക്ക് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ജോമറ്റോ ആയി ഇപ്പോൾ ഒന്ന് ഹുക്ക് ചെയ്യും. എങ്ങനെയുണ്ടായിരുന്നോ ഹുക്കിങ്ങിന്റെ ഷോട്ട്? അടിപൊളിയല്ലായിരുന്നോ? നല്ല മഴയായിട്ട് ഒരു ട്രെയിലറിന്റെ അടിയിൽ നനയാതെ ഇരുന്നിട്ട് അതെടുത്ത് നല്ല അടിപൊളി. അത് വിചാരിച്ചില്ല അങ്ങനെ ഒരു ഷോട്ട് കിട്ടിക്കുന്നതായിരിക്കും കേട്ടോ. നോക്കിക്കേ, അതെന്തായാലും പൊളിച്ച്. ക്യാമറമാൻ ഇവിടെ ഉണ്ട് കേട്ടോ. കറക്കണ സാധനം എടുക്കരുത്. അപ്പൊ നമ്മുടെ ലൂയിസിയാന ട്രിപ്പ് കഴിഞ്ഞ് വന്നിട്ട് നേരെ അടുത്ത ട്രെയിലർ ഹുക്ക് ചെയ്ത് നമ്മൾ ഫ്ലോറിഡയ്ക്ക് പോവാണല്ലോ. അപ്പം ലൂയിസിയാന ട്രിപ്പിന്റെ പേപ്പർ വർക്ക് എല്ലാം കംപ്ലീറ്റ് ചെയ്യായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ട്രെയിലർ മാറി നമ്മൾ അടുത്ത ട്രെയിലർ എടുക്കുമ്പോൾ ചുമ്മാ അങ്ങ് എടുത്തിട്ടുകൊണ്ട് പോകാൻ പറ്റിയല്ലോ. നമ്മൾ അതിന്റെ ഇൻസ്പെക്ഷൻ എല്ലാം പ്രോപ്പർ ആക്കി നേരത്തെ പറഞ്ഞായിരുന്നല്ലോ വീഡിയോക്കകത്ത്. അപ്പോൾ ആ ട്രെയിലറെല്ലാം ഓക്കെ അല്ലേ? അതിന്റെ ബ്രേക്ക്, അതിന്റെ എയർ, എല്ലാ സാധനങ്ങളും, വേറെ ഡാമേജ് ഒന്നും ഇല്ലല്ലോ, സീലുണ്ടല്ലോ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടല്ലേ പോകാൻ പറ്റുള്ളൂ. അങ്ങനെ പ്രീ ട്രിപ്പിന് വേണ്ടിയിട്ട് കിടക്കുവാണ്. അപ്പം അന്നേരമാണ് നമ്മുടെ ലൂയിസിയാന ട്രിപ്പിൻ്റെ അതേണ്ട പോകുന്നു ഡബിൾ ഡെക്കർ ട്രെയിന്. ട്രെയിനുകൾ ഉണ്ടാവും, മറ്റേ കണ്ടെയ്നേഴ്സ് എല്ലാം ഡബിൾ ആയിട്ട് വെച്ചിട്ട് പോകുന്ന നമ്മൾ പല പ്രാവശ്യം കാണിച്ചിട്ടുണ്ട്. എന്നാലും ഇപ്പോൾ നമ്മുടെ യാർഡിൻ്റെ മുമ്പിലുള്ള റെയിൽവേ ട്രാക്കിൽ കൂടെ പോയപ്പോൾ കാണിച്ചതേ ഉള്ളേ. അപ്പോൾ ബൈ ദ വേ നമ്മൾ പറഞ്ഞു വന്നത് നമ്മൾ ലൂയിസിയാന പോയിട്ട് വന്നപ്പോഴത്തേക്കും 2827 മൈൽസ് ആണ് നമ്മൾ കവർ ചെയ്തിരിക്കുന്നത്. 2827 മൈൽസ് എന്ന് പറഞ്ഞാൽ എത്ര കിലോമീറ്ററിന് ഒന്ന് കൺവേർട്ട് ചെയ്യുമോ? 4523 കിലോമീറ്റർ നമ്മൾ 2 ദിവസം കൊണ്ട്, അല്ല 3 ദിവസം. ഇതിപ്പോൾ 3ാമത്തെ ദിവസമല്ലേ? ഞായർ, തിങ്കൾ, ചൊവ്വ. ഇന്ന് ചൊവ്വാഴ്ച. എന്നാ സീലാ ബ്രോ? ബോൾട്ട് സീലാണോ? വയറ് നമ്മളിറങ്ങി കൂട്ടാണോ? അല്ല മറ്റേ തകിട്, ഈ വയറിന് തന്നെ പരത്തി വരൂല്ലേ ബ്രോ? തകിട്, ആ മറ്റേ ആ സാധനം, ഒരു കറക്റ്റ് ടങ് ലീഡർ പോലെ. മനസ്സിലായി. ഓക്കെ, അതായത് നിങ്ങളോട് പറയാൻ വിട്ടുപോയി, നമ്മുടെ ആ ബമ്പർ ഊരി വെച്ചിരുന്നുണ്ടല്ലോ, ആ ബമ്പർ ഇപ്പം നമ്മൾ തിരിച്ചു പിടിപ്പിച്ചു കേട്ടോ. ഇപ്പോൾ പുതിയൊരു ബമ്പർ മേടിച്ച്. അപ്പം ചിലർ പറയുന്നുണ്ടായിരുന്നു നമ്മുടെ ബമ്പർ ഇല്ലാത്തതുകൊണ്ട് ഒരു രസമില്ലാന്ന്. ഇത് നമ്മുടെ സിദ്ധിന്റെ സ്വന്തം ജീവാഗണം കേട്ടോ. നമ്പർ പ്ലേറ്റ് ഉണ്ടോ? AMG സിദ്ധു. നമ്മുടെ ഗുർജിത് വായുടെയും തീർത്ത് വായുടെയും സ്വന്തം വണ്ടിയാണ് ഈ ജീവാഗൺ. ഇവർക്ക് വണ്ടി ഭ്രാന്ത് നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. പണ്ട് നമ്മളൊരു മസ്താങ് ഷെൽബിയും കൊണ്ട് നമ്മൾ കുറച്ച് വീഡിയോ ഒക്കെ ചെയ്തില്ലായിരുന്നു ഒരു കാർ മീറ്റിന് പോയപ്പം. അതും ഇവരുടെ വണ്ടി തന്നെ. ഇടയ്ക്കിടയ്ക്ക് ഇവർ വണ്ടി മാറ്റി എടുക്കും. ഒരു സമയത്ത് നമ്മുടെ റേഞ്ച് റോവറിൻ്റെ ഓട്ടോബയോഗ്രഫി ഉണ്ടായിരുന്നു. ഓട്ടോബയോഗ്രഫി മാറ്റിയിട്ടാണ് ഈ ജീവാഗൺ എടുത്തത്.
എന്തായാലും വണ്ടി എല്ലാം റെഡിയായി. ഓഫീസിൽ നിന്ന് നമ്മൾ പേപ്പർ വർക്കും കളക്ട് ചെയ്ത് നമുക്ക് നേരെ പോയേക്കാം. ഇപ്രാവശ്യം മിക്കവാറും നമ്മൾ നയാഗ്ര ബോർഡർ ആയിരിക്കും ക്രോസ് ചെയ്യുന്നത്. നയാഗ്ര ക്രോസ് ചെയ്ത് ന്യൂയോർക്ക്. ബ്രോ പേപ്പർ കിട്ടി. ആ ബോർഡർ ആണെന്ന് നോക്കാം. ബഫല്ലോ ന്യൂയോർക്ക്. അപ്പൊ നമ്മൾ നയാഗ്ര ക്രോസ് ചെയ്ത് നേരെ ന്യൂയോർക്ക് അല്ലേ? നമ്മളാ പോകുന്ന സ്ഥലമില്ലേ, ഏത് നമ്മുടെ ഡെലിവറി അവിടെ മിയാമിലില്ല, ആ അതൊരു ഫർണിച്ചർ റെന്റൽ ഷോപ്പാണ്. ആണോ? നിങ്ങൾ പോയിട്ടുണ്ടോ നേരത്തെ? ഇല്ല, ഞാൻ നെറ്റ് നോക്കി. നിങ്ങളെ പറച്ചില് സ്വന്തം ആളെ സ്ഥലം പോലെ അറിയാവുന്നതാ. പക്ഷേ ന്യൂയോർക്ക് നമ്മൾ എത്തുമ്പോ രാത്രിയിലായിരിക്കുന്നേ. അല്ലെങ്കിൽ കുറച്ച് അടിപൊളി കുറച്ച് വിഷ്വൽസ് കിട്ടിയാണ്. പോട്ടെ, തിരിച്ചു വരുമ്പോഴും ആ റൂട്ടിൽ തന്നെയാണല്ലോ. കനേഡിയൻ റിയൽ എസ്റ്റേറ്റ് സംബന്ധമായ എല്ലാവിധ ആവശ്യങ്ങൾക്കും റിയൽറ്റർ അശ്വതി നിലമനയുടെ ഓഫീസുമായിട്ട് നമുക്ക് കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ഫ്യൂൽ അടിക്കേണ്ട ബോർഡറിലേക്ക് എന്തോരം ഉണ്ട് ബൈ? ഫ്യൂൽ അടിക്കുന്ന ഒരു 150 കിലോമീറ്റർ ഉണ്ടാവും. പക്ഷെ ആ 403 കയറി കഴിഞ്ഞാൽ ഹാമിൽട്ടൺ ഏരിയ ഒക്കെ നല്ല തിരക്കായിരിക്കുമല്ലോ. ഇച്ചിരി ഡിലേ കാണൂലേ? ഇന്നത്തെ അറിയത്തില്ല, പ്രത്യേകിച്ച് മറ്റേ വീക്കെൻഡ്സിലൊക്കെയാണ് ഭയങ്കര തിരക്ക്. അതെ അല്ലേ? നല്ല റഷ്. കാരണം നയാഗ്ര പോകാനുള്ളവരുടെ ഈ പ്രാവശ്യം റിട്ടേൺ വരാൻ നേരത്ത് ഭയങ്കര നല്ലായിരുന്നു. നിങ്ങൾ തുലിപ്സിന് പോയിട്ട് നല്ല എന്നാലും ഫ്ലോ ഉണ്ടായിരുന്നു. ചില സമയത്ത് സ്റ്റക്കായി അങ്ങനെ കിടക്കുമല്ലോ. കുറച്ച് നേരത്തെ കഠിന പ്രയത്നത്തിന് ശേഷം നമ്മുടെ ജോമറ്റുവായി നമ്മളെ ഫോർട്ടൺ എന്ന ഹൈവേയിലേക്ക് കയറ്റിയിരിക്കുകയാണ്. എപ്പോഴും പറയാറുള്ള പോലെ ഫോർട്ടൺ, പിന്നീട് 401. ഇപ്രാവശ്യം നമ്മൾ നയാഗ്ര ആയതുകൊണ്ട് 401 എടുക്കുന്നില്ല അല്ലേ? ഫോർട്ടണിൽ നിന്ന് നേരെ 403 കയറി അങ്ങ് പോകല്ലേ? 403 പിന്നെ QEW അല്ലേ? അത് പോകുന്ന വഴിക്ക് എന്നൊക്കെയാ ബ്രോ? ആ ബ്രാൻഫോർഡിലാണോ ബേർലിംഗ്ടൺ ആണോ? ഒരു കിടിലം ബ്രിഡ്ജ് അല്ലേ? ഒരു വലിയ ഷിപ്പൊക്കെ പോകുന്ന ബേർലിംഗ്ടൺ അല്ലേ? അതെ അല്ലേ? അതെ അല്ലേ? അതെനിക്ക് മാത്രമേ ഉള്ളൂ, എനിക്കറിയില്ല. ഞാൻ നമ്മളെപ്പോഴും പോകുമ്പോ കാണാം ആളുകൾ ഇങ്ങനെ ക്രോസ് ചെയ്യുന്ന. നമ്മള് 401 ഹൈവേ വരുമ്പോഴത്തേക്ക് ഫോർട്ടണിലേക്ക് കയറുന്ന ആ ഒരു പാലമായത് കേട്ടോ. 401 വരുന്ന വണ്ടികൾ മെർജ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ഹൈറ്റിലാന്ന് നോക്കിക്ക്. ശരിക്കും കണ്ടോ? ഇപ്പൊ നോക്കിയാൽ കാറേ വന്നു കഴിഞ്ഞാൽ അതിനൊന്നും എത്രമാത്രം ആഴത്തിലാന്ന് കാണത്തില്ല. പക്ഷെ ട്രക്കേ വരുന്നവരുടെ വിൻഡോ നമുക്ക് കാണാം. അപ്പൊ അവിടുന്ന് നമ്മൾ നോക്കുമ്പോഴത്തേക്കും താഴെ ഇത്രയും വിസിബിലിറ്റി കാണാം, എത്രമാത്രം ആഴത്തിലാന്നുള്ളത്. ആലോചിച്ച് നോക്കി. ഞാൻ ഇപ്പൊ സൂം ചെയ്ത് കാണിക്കാവേ. അപ്പം ഇമ്മാതിരി റേഞ്ചിലാണ് ട്രക്കേ വരുന്നവരുടെ വ്യൂ. കറക്റ്റായി ഈവനിങ് റഷ് അവർ ട്രാഫിക് ഉള്ള സമയമാണ്. അപ്പം നമ്മൾ മിസിസാഗ എന്ന് പറയുന്ന സ്ഥലത്തെത്തി. മിസിസാഗ ഡൗൺ ടൗണിൻ്റെ കുറേ സ്കൈ ലൈനും കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ വിഷ്വൽസിൽ കൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ തൂലിപ്പ് പറിക്കാൻ പോയ ആ ഒരു വീഡിയോ ഉണ്ടായിരുന്നല്ലോ, അതും ഈ റൂട്ടിലായിരുന്നു പോയത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇതിൻ്റെ കുറച്ച് വിഷ്വൽസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നെങ്കിലും അത് കാറിൽ നിന്നുള്ള വിഷ്വൽസ് ആയിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് കുറച്ചുകൂടെ ഒരു ബെറ്റർ വിഷ്വൽസ് മിസിസാഗയുടെ കൊണ്ടുവരാൻ പറ്റുമെന്ന് വിചാരിക്കും. ഫുൾ മിസിസാഗയുടെ അല്ല, മിസിസാഗയുടെ ആ ഒരു മെയിൻ മർമ്മപ്രധാനമായ ഭാഗം നമുക്ക് സ്കൈ ലൈനും കുറച്ചുകൂടെ ഡീറ്റെയിൽ വിഷ്വൽസും അല്ലാവേ.
മിസിസാഗയിലാണ് നമ്മുടെ ഒൻറ്റാറിയോയിലെ ഏറ്റവും അടിപൊളി മാളായിട്ടുള്ള സ്ക്വയർ വൺ മാളൊക്കെ ഉള്ളത് കേട്ടോ. സ്ക്വയർ വൺ മാൾ ഈ വലിയ കാണുന്ന കെട്ടിടങ്ങളുടെ സമ്മേർ ഇടയിലാണെന്ന് തോന്നുന്നു സ്ക്വയർ വൺ മാള്. നയാഗ്ര എത്താൻ വേണ്ടിയിട്ട് ഇനിയും 2 മണിക്കൂറോളം സമയമുണ്ട്. നമുക്ക് പയ്യെ ഒരു പവർ നാപ്പ് എടുക്കാം. പവർ നാപ്പ് എടുത്തു കഴിഞ്ഞാൽ നയാഗ്ര ബോർഡർ എത്തുമ്പോഴത്തേക്കും കുറച്ച് അടിപൊളിയായിട്ട് വ്ളോഗൊക്കെ ചെയ്യാമല്ലോ. ഇവിടെയാണെങ്കിൽ നല്ല ചെറിയ രീതിയിൽ ആ ചാറ്റൽ മഴ കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പോൾ ഉറങ്ങാനും നല്ല മൂടായി. സീറ്റിലിരുന്നേ ബസ്സിൻ്റെ ഒക്കെ സീറ്റിലിരുന്ന് ഉറങ്ങുന്ന ആ ഒരു നെസ്റ്റാൾജി ഉണ്ടല്ലോ, ആ സാധനം അടിച്ചേക്കും. ഇത് ഇലക്ട്രിക് വണ്ടിയല്ലേ? ഇത് സീറോ എമിഷൻ ഇലക്ട്രിക് അല്ലേ? ആ, ഓക്കുൽ ട്രാൻസിറ്റിന്റെ ഇലക്ട്രിക് വണ്ടി. ആ ഇലക്ട്രിക്കാരനെ ഒന്ന് കയറ്റി വിടാം ബ്രോ. ആ വേണ്ടേ, ഇവിടുത്തെ ഓക്കുൽ എന്ന് പറയുന്ന സ്ഥലമാണ്. അപ്പോൾ ഓക്കുൽ ട്രാൻസിറ്റിന്റെ ഇലക്ട്രിക് ബസ്, അതെ, സീറോ എമിഷൻ. ഏത് ബ്രാൻഡാ പോലും? കർസൺ എന്ന് പറയുന്ന ബ്രാൻഡാന്ന് തോന്നല്ലേ? അതിൽ ഏതാ ബ്രാൻഡ്? BMW ആണോ ബ്രോ? BMW എംബ്ലം കാണുന്നുണ്ടല്ലോ. ജസ്റ്റ് ഇതിൽ ഏതാ ബ്രാൻഡ്, ഏതാ മോഡൽ നെയിം എന്ന് ഒരു ഐഡിയയും കിട്ടുന്നില്ല. ഞാൻ നോക്കി നിങ്ങൾ വൈപ്പർ നിർത്താവോ? കാണാൻ നല്ല രസമുണ്ടല്ലേ? ആ, കാണാൻ നല്ല രസം എന്ന് പറഞ്ഞാൽ കാണാത്ത ഒരു കാഴ്ച ആയതുകൊണ്ട് ഒരു രസമുണ്ട്, അതേ ഉള്ളൂ. സ്ഥിരം കാണാനാണ് ബോറ. അപ്പൊ എന്തായാലും പറഞ്ഞ പോലെ പവർ നാപ്പ് അടിച്ചിട്ട് നയാഗ്ര എന്നൊരു കാണാം. ഫ്യൂൽ അടിക്കുന്ന സ്ഥലത്തുമ്പോ ഒന്ന് വിളിച്ചേരാട്ടോ ബ്രോ. ഞാൻ വിളിക്കാം. എടാ, ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ബേർലിംഗ്ടൺ പാലം കേട്ടോ. എന്റെ സൈഡിൽ നോക്കിക്കേ. അപ്പം ബേർലിംഗ്ടൺ എന്ന് പറയുന്ന പ്രദേശത്തേക്കൂടെയാണ് നമ്മളിപ്പോൾ കടന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ സൈഡിൽ കാണുന്ന കടലോ കാര്യങ്ങളോ ഒന്നും അല്ല കേട്ടോ. ഇത് ലേക്ക് ഒൻറ്റാറിയോ എന്നറിയപ്പെടുന്ന ഒരു വലിയ കായലാണ്. ഇത്രമാത്രം ഷിപ്പുകളൊക്കെ അതിൻ്റെ അകത്തുള്ളതെന്ന് നോക്കിയിട്ട്. അതിൻ്റെ ഇടയിൽ ഈ കാണുന്ന വലിയ പുകയൊക്കെ പോകുന്ന ആ ഒരു വലിയ ഫാക്ടറി ഉണ്ടോ, അതിൻ്റെ ഒരു കഥയുണ്ടെന്നാണ് നമ്മുടെ ജോമറ്റ് പറയുന്നത്. എന്നായിരുന്നു സംഭവം അറിയാന്ന് പറഞ്ഞാൽ ലക്ഷ്മിത്തലിന്റെ ഫാക്ടറിയാണത്. നമ്മുടെ ഇന്ത്യക്കാരൻ വ്യവസായി, ഇന്ത്യൻ വ്യവസായി ലക്ഷ്മി മിത്തലിന്റെ ഫാക്ടറിയാണ്. അപ്പൊ അതിന് ഒത്തിരി മലയാളീസ് വർക്ക് ചെയ്യുന്നുണ്ട്. ആണോ? മലയാളീസ് ഒക്കെ അവിടെ വർക്ക് ചെയ്യുന്നുണ്ടോ? മലയാളീസ് തന്നെ ട്രക്ക് ഡ്രൈവേഴ്സ് ആയിട്ട്. സെന്റ് ജോസഫ് എന്ന് പറഞ്ഞൊരു ട്രക്ക് നമ്മൾ കണ്ടിട്ടുണ്ടാവും പോകുന്ന വഴിക്ക്. അത് ബേസിക്കലി ഒരു മലയാളികളുടെ ആ കമ്പനി. അവരുടെ ഒരു 10-750 ട്രക്ക് എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു വലിയ ട്രക്കുകൾ അവർക്ക് ഒരു 100-150 ഉള്ളെന്ന് തോന്നുന്നു. ബാക്കി ആ ചെറുതില്ല, മറ്റേ പിക്കപ്പ് പോലത്തെ അങ്ങനെ ഒത്തിരി ട്രക്കുകളുണ്ട്. അതല്ലേ? അപ്പൊ മിത്തലിന്റെ സ്റ്റീലിന്റെ വ്യവസായമാണോ? അതെ അതെ അതെ. ഓ, കിട്ടില്ല.
നിങ്ങൾക്ക് എത്ര പേർക്ക് ഓർമ്മയുണ്ടെന്ന് അറിയത്തില്ല, നമ്മൾ ടൂലിപ്സ് പറിക്കാൻ വേണ്ടിയിട്ട് വന്നില്ലേ, ആ സ്ഥലമാണിത്. നയാഗ്ര ഓൺ ദ ലേക്ക്. ഒരു അടിപൊളി ഫ്രൈ ലൈനർ അല്ലേ അത്, ഫ്രൈ ലൈനർ ക്ലാസിക്. അപ്പം ഈ നയാഗ്ര ഓൺ ദ ലേക്കിലെ പെട്രോൾ പസിൽ നിന്നാണ് നമ്മളിപ്പോൾ ഫ്യൂൽ അടിക്കാൻ പോണത്. നമ്മുടെ ജോമറ്റ് ബായുടെ സജഷൻ ആയിരുന്നു. ജോമറ്റ് ബായ് സിഗ്നൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടംപോലെ ഈ ആ റൂട്ടിൽ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടെ നിന്നായിരുന്നു ഫ്യൂൽ അടിച്ചുകൊണ്ടിരുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ട്രിപ്പിൽ നിങ്ങളുടെ കുറേ സിംഗിൾ കഥകൾ കേൾക്കാൻ പറ്റുമോ ഈ ഒരു റൂട്ടിലെ? കഥയാണ്. ഞങ്ങള് ഫ്ലോറിഡ ഈ വഴിയല്ല നമ്മൾ പോകുന്നത്. ഞങ്ങള് പോകുന്നത് കൊളംബസ്, ഒഹായോ അങ്ങോട്ടായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് ഇവിടുന്ന് മാത്രമേ ഫ്യൂൽ അടിയുള്ളൂ. അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ തിരിച്ചു വന്നിട്ട് അടുത്ത ട്രിപ്പിന് അടിച്ചാൽ മതി, സിംഗിൾ ആയതുകൊണ്ട്. നമ്മൾ വേണ്ട നയാഗ്ര നിർത്തി ഒരു കാപ്പിയൊക്കെ എടുത്തുകൊണ്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ ജോമറ്റ് ബായ് നമുക്ക് അടിപൊളി വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഫുള്ള് ക്ലീനിങ് ആണ്. ബായ് നിങ്ങൾ എവിടുന്ന ബായ് ഫുഡ് മേടിക്കണേ? ഇതിനകത്തൊരു പഞ്ചാബി റെസ്റ്റോറന്റ് ആണോ? കുഴപ്പമില്ല. ജോമറ്റ് ബായ് പറയണത് നമ്മുടെ മുമ്പിൽ കാണുന്ന ഈ ഒരു പ്ലാസ ഉണ്ടല്ലോ, ഇതിൻ്റെ അകത്തൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ട് എന്ന്. ശരിക്കും നമുക്കൊരു ബുദ്ധി പോയില്ല. ഞാൻ ഫ്യൂൽ അടിച്ചിട്ട് നിങ്ങൾക്ക് ആ സമയത്ത് വേണം പോയി ഫുഡ് മേടിക്കായിരുന്നു. നമുക്ക് സമയമുണ്ടല്ലോ. സമയമുണ്ട്. ഇപ്പൊ പാർക്കിങ്ങിന് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ പറഞ്ഞാ പോയി ആ കിടക്കണ കറുത്ത ട്രക്ക് ഉണ്ടോ, അതിന്റെ സൈഡിലേക്ക് എങ്ങിടാം. അതിന്റെ സൈഡിൽ ഒരു വണ്ടി ഉണ്ടായിരുന്നു, അവനെ എടുത്തോണ്ട് പോയി. അതെല്ലേ, നമുക്ക് അതിൽ പുറത്തേക്കും പോവാം. പിന്നെ നേരെ പുറത്തേക്കും പോവാം. ഓക്കെ. നമ്മൾ നേരത്തെ വീഡിയോയിൽ ട്രക്ക് ടോ ചെയ്യണ കാര്യം പറഞ്ഞായിരുന്നു. ഇങ്ങനെ ഈ സാധനം പൊക്കിക്കൊണ്ടാവണം. നമുക്ക് അവിടെ ഇടാൻ പറ്റുമോ ബ്രോ? നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് കയറാൻ പറ്റൂലെന്ന് തോന്നുന്നു, കാരണം അപ്പുറത്താണ് അങ്ങനെ ഇട്ടേക്കണമെന്ന്. അപ്പം എന്നാൽ നിങ്ങൾ പോയി ഫുഡ് മേടിച്ചോണ്ട് പോവാ, ഞാൻ കുറച്ച് എഡിറ്റിംഗ് ഒക്കെ ചെയ്യാം. നമുക്ക് നേരെ ബോർഡറിലേക്ക് പോകാം. എന്നാൽ പോയിട്ട് വരാം. വേണ്ട നമ്മളെ പോലത്തെ സെമി ട്രക്കിനെയൊക്കെ എങ്ങനെയാണ് ടോ ചെയ്തോണ്ട് പോണെന്നുള്ളത് കണ്ടോ. ഈ കയറി പിന്നെ വോൾവോയുടെ സെമി ട്രക്ക് ആട്ടോ, വോൾവോയുടെ ലോങ് നോസ് ട്രക്ക്. ഫ്യൂവലെല്ലാം അടിച്ച് നമ്മുടെ ജോമറ്റ് ബായ് പോയാണ്ട് ഫുഡും മേടിച്ച് നമ്മൾ തിരിച്ച് റോഡിലേക്ക് കയറിയിരിക്കുകയാണ്. ഇവിടുന്ന് ബോർഡറിലേക്ക് ഏകദേശം എന്തോരം ഉണ്ട് ഭായ്? നമുക്കൊരു 30-35 കിലോമീറ്റർ ഉണ്ടോ? 35 ഉണ്ടല്ലേ? കോട്ടറി ബഫലോ. മധുരമില്ലാത്ത റോഡല്ലേട്ടാ? അടിപൊളി ഉഴുന്നോട. ഫുഡും മേടിച്ചോണ്ട് വന്നപ്പോ നമ്മുടെ ജോമറ്റ് ബായ് തന്നെ ടിം ഹോർട്ടൻസിൽ നിന്ന് ഓരോ ഡോനട്ട് മേടിച്ചോണ്ട് വന്നിട്ടുണ്ട്. കറക്റ്റ് നമ്മുടെ ഉഴുന്നോട അല്ലേ? വന്ന് നമ്മൾ വേണ്ട നയാഗ്ര ഫോൾസിന്റെ അടുത്ത് എത്തി കേട്ടോ. കാര്യം നയാഗ്ര ഫോൾസിന്റെ തൊട്ടടുത്ത് ഈ ഒണ്ടാറിയോയിലോ ടൊറന്റോയ്ക്ക് അടുത്താണ് നമ്മൾ താമസിക്കുന്നെങ്കിലും ഏകദേശം 100-200ഓളം വീഡിയോസ് ചെയ്തിട്ടും നമുക്കിതുവരെ നയാഗ്ര ഫോൾസിന്റെ വീഡിയോ കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. അത് മെയിൻലി നമ്മൾ ഈ ട്രക്ക് ലൈഫ് ചെയ്യുന്നതുകൊണ്ടാണ്. പക്ഷേ ഈ കൊല്ലം നോക്കിക്കോ, കിടുക്കൻ ചില നയാഗ്രയുടെ വീഡിയോസും കാര്യങ്ങളും നമ്മൾ നമ്മുടെ വീഡിയോയിൽ കൊണ്ടുവരുന്നതായിരിക്കും കേട്ടോ.
അങ്ങനെ പീസ് ബ്രിഡ്ജ് എത്തിയല്ലേ ബൈ? അതെ, നമ്മ ഇടം യൂഷ്വലി ഇവിടെ നല്ല പാസ്പോർട്ടൊക്കെ എടുത്തു വെച്ചോ? ട്രാഫിക് വരുന്ന സ്ഥലമാണ്. നമ്മളാ പോകുന്ന ഇങ്ങോട്ട് തിരിഞ്ഞ വഴിയില്ലേ, അവിടെ മുതൽ ട്രാഫിക് ആണ് ചില ദിവസം. അതെ. ഫർണിച്ചർ സീറ്റ് കുഷ്യൻ അങ്ങനല്ലേ? ഫർണിച്ചർ എന്ന് പറഞ്ഞാൽ മതി, മറ്റേ ബ്രാക്കറ്റില്. അങ്ങ് അകലെ കാണുന്നുണ്ടല്ലോ ന്യൂയോർക്ക് സ്റ്റേറ്റ് കേട്ടോ, മാൻഹാട്ടൻ സിറ്റി അല്ല, ന്യൂയോർക്ക് സ്റ്റേറ്റ്. Hello. All right, guys. What do you have? It's a furniture. Anything to declare? We have homemade foods. And I got some apples.